ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഗോബി മഞ്ചൂരിയൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഒരു കോളിഫ്ലവർ എടുക്കുക. അതിന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിനാവശ്യത്തിന് 2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളത് കോളിഫ്ലവർ അതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റും കൊണ്ട് അത് വേവിച്ച് കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഈ വെന്ത കോളിഫ്ലവർ മാറ്റി വയ്ക്കുക. ഈ മാറ്റി വെച്ച കോളിഫ്ലവറിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കോൺഫ്ലവർ പൊടി എന്നിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും വരുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കോളിഫ്ലവർ കുറച്ച് കൂടി ഞങ്ങൾക്ക് ഇടാം. അതായത് കോളിഫ്ലവറിൻ്റെ ഇതൊന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതിൽ ഉണ്ടാക്കുന്ന ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 3 ടീസ്പൂൺ മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാൻ. വെള്ളം കൂടാനും പാടില്ല, കട്ടിയാവാനും പാടില്ല. മിക്സ് ചെയ്ത ബാറ്ററിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിൻ്റെ അകത്തോട്ടിടുക. കോളിഫ്ലവർ നല്ല രീതിയിൽ കുറേശ്ശെ മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ആ ബാറ്ററിലത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫുള്ളും ഇട്ട് എല്ലാ ഭാഗത്തും നല്ലവണ്ണം മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് സെറ്റാകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനാവശ്യത്തിനുള്ള വെജിറ്റബിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 വെളുത്തുള്ളി, ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, ക്യാപ്സിക്കം, ഉള്ളിത്തണ്ട്. അതിനുശേഷം ഇതിലുണ്ടാക്കുന്ന അടുത്ത ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കെച്ചപ്പ്, 2 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് വിനിഗർ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ കട്ട് കൂടാണ്ട് കുറച്ച് മിക്സ് ചെയ്ത് ശകലം വെള്ളം ഒഴിച്ച് കുറച്ച് മാറ്റി വയ്ക്കുക. ഇത് വെച്ചതിന് ശേഷം നമുക്കിനി കോളിഫ്ലവർ പൊരിച്ചെടുക്കാം. അതിനായി ഒരു അടുപ്പിലേക്ക് അടി കട്ടിയുള്ളൊരു പാൻ വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. റിഫൈൻഡ് ഓയിൽ. എണ്ണ ചൂടായതിന് ശേഷം കോളിഫ്ലവർ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് വറുത്തെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, ഓരോന്നായിട്ട് ഇടാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി പിടിച്ചു പോകും. ഒരു 5-10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് അത് വേവണ്ട, നല്ല ക്രിസ്പി ആവണ്ട, ഹാഫ് പരുവത്തിൽ വെന്താൽ മതിയായിരിക്കും. ആ വെന്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായി ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതേ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കാം. കുറച്ചൊരു 5 മിനിറ്റ് നന്നായിട്ട് വരട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലോട്ടിടാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സവാളയും ക്യാപ്സിക്കം ക്യൂബ് രൂപത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. കുറച്ചൊന്ന് ആയതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ക്യാപ്സിക്കവും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് കളറിനും കുറച്ച് എരിക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടി കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഞങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് കുരുമുളക് ഇടാം. നിർബന്ധമില്ല, അത് എരിയുള്ളവർക്ക് അതിനനുസരിച്ച് ഇടാം. സ്പൈസി വേണമെന്നുള്ളവർക്ക് ഇടാം, വേണ്ടാത്തവർക്ക് നിർബന്ധമില്ല, കുറച്ചിട്ടാൽ മതി. കുറച്ചൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങും. തിളച്ച് വരുന്നതിന് ശേഷം ഈ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലോട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ചിടണമെന്നില്ല, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് കുറച്ച് ഗാർണിഷിന് വേണ്ടി നമുക്കിടാം. രുചികരമായ കോളിഫ്ലവർ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ നല്ല രുചികരമായ കോളിഫ്ലവർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.